നമസ്കാരം. ഹ്യൂസ്റ്റണിലെ മലയാളി സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് കഴിഞ്ഞ 5-6 വർഷങ്ങൾക്ക് മുമ്പ് വലിയ രാഷ്ട്രീയ സ്വപ്നങ്ങളുടെയും അഭിമാനകരമായ നേട്ടങ്ങളുടെയും ഒരു സുവർണ കാലമായിരുന്നു. ഫോർട്ട് ബെൻഡ് കൗണ്ടിയിലെ സുപ്രധാന ചുമതലകളിലേക്കും ജുഡീഷ്യൽ പദവികളിലേക്കും മലയാളികൾ ഒന്നിച്ച് തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ അത് കേവലം ഒരു വ്യക്തിഗത വിജയമായിരുന്നില്ല. മറിച്ച് അമേരിക്കയിലെ മലയാളി സമൂഹത്തിന്റെ കരുത്തറിയിച്ച ചരിത്രപരമായ നിമിഷമായിരുന്നു. നമ്മുടെ ശബ്ദം ഭരണകൂടത്തിന്റെ അകത്തളങ്ങളിൽ ഇത്രത്തോളം ശക്തമായി പ്രതിഫലിക്കുന്നു എന്നത് ഓരോ മലയാളിക്കും വലിയ ആത്മവിശ്വാസവും അന്തസ്സുമാണ് നൽകിയത്. എന്നാൽ ഇന്ന് ആ പ്രതാപത്തിന് മങ്ങലേൽക്കുകയും പകരം വലിയൊരു നിരാശ ബാക്കിയാവുകയും ചെയ്തിരിക്കുന്നു. ഹ്യൂസ്റ്റൺ മലയാളി രാഷ്ട്രീയത്തിന്റെ ഗ്രാഫ് എങ്ങനെയാണ് ഇത്ര വേഗത്തിൽ താഴേക്ക് പതിച്ചത് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഗൗരവകരമായ ആലോചനകളാണ് ഒരു ജിയോ പൊളിറ്റിക്കൽ വിശകലനം നടത്തുന്ന ആൾ എന്ന നിലയിൽ നിങ്ങളുടെ മുമ്പിൽ വെക്കുവാനായിട്ടുള്ളത്. ഈ തകർച്ചയുടെ ഒരു കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത് KP ജോർജ് എന്ന മുൻ കൗണ്ടി ജഡ്ജിയും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ കരിയറിൽ സംഭവിച്ച ധാർമ്മികവും നിയമപരവുമായ വീഴ്ചകളാണ്. അധികാരത്തിന്റെ ഉന്നതങ്ങളിൽ ഇരിക്കുമ്പോൾ ഒരു വ്യക്തി പുലർത്തേണ്ട സുതാര്യതയും സത്യസന്ധതയുമാണ് ഏതൊരു രാഷ്ട്രീയ ജീവിതത്തിന്റെയും അസ്ഥിവാരം. എന്നാൽ KP ജോർജിന്റെ കാര്യത്തിൽ സംഭവിച്ചത് പൊതുവിശ്വാസ്യതയിലെ വലിയ വിള്ളലുകളാണ്. $46,000 വരുന്ന ക്യാമ്പയിൻ ഫണ്ട് സ്വന്തം വ്യക്തിപരമായ ആവശ്യങ്ങൾക്കായി വിനിയോഗിച്ചു എന്ന മണി ലോണ്ടറിംഗ് കേസിൽ അദ്ദേഹം കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തി കഴിഞ്ഞു. തന്റെ വീടിന്റെ ഡൗൺ പേയ്മെന്റിനും അല്ലെങ്കിൽ നികുതി അടയ്ക്കുന്നതിനുമൊക്കെയായി ടാക്സ് അടയ്ക്കുന്നതിനുമൊക്കെയായി ഈ പണം ഉപയോഗിച്ചു എന്നത് കേവലം ഒരു തുകയുടെ മാത്രം പ്രശ്നമല്ല. പൊതുസേവനം എന്നത് ഒരു പൊതുവിശ്വാസമാണ്. അങ്ങനെയാണ് പ്രോസിക്യൂഷൻ വാദിച്ചത്. അത് ഒരു വലിയ സത്യത്തെയാണ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ക്യാമ്പയിൻ ഫണ്ടിലേക്ക് പണം നൽകിയ സാധാരണക്കാരായ നമ്മൾ മലയാളികൾ ഉൾപ്പെടെയുള്ള ഒരു സമൂഹം ഒരുപക്ഷെ തങ്ങളുടെ അധ്വാനത്തിൽ നിന്ന് മാറ്റിവെച്ച ആ ചെറിയ തുകകൾ പോലും നമ്മുടെ രാഷ്ട്രീയ സ്വപ്നങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു നിക്ഷേപമായിരുന്നു. എന്നാൽ അത് സ്വന്തം വീടിന്റെ ലോൺ അടയ്ക്കാൻ ഉപയോഗിച്ചതിലൂടെ തനിക്ക് ലഭിച്ച ആ പൊതുവിശ്വാസത്തെ അദ്ദേഹം വെറും ഒരു സ്വകാര്യ ATM മെഷീനാക്കി മാറ്റി എന്നതാണ് ഇതിലെ യാഥാർത്ഥ്യം. 180 ദിവസത്തെ തടവ് ശിക്ഷയും 5 വർഷത്തെ പ്രൊബേഷനുമാണ് കോടതി ഇപ്പോൾ വിധിച്ചിട്ടുള്ളത്. എങ്കിലും ശിക്ഷാവിധിക്ക് പിന്നാലെ അദ്ദേഹം അപ്പീൽ നൽകിയതിനാൽ നിലവിൽ ഈ ശിക്ഷാ നടപടികൾ സ്റ്റേ ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഈ നിയമയുദ്ധം ഒരുപക്ഷെ 1 വർഷമോ അതിലധികമോ നീണ്ടുപോയേക്കാം എന്നാണ് വിദഗ്ധർ പറയുന്നത്. നിയമപരമായി ഈ കുരുക്കുകൾക്ക് പുറമെയാണ് അധികാരത്തോടുള്ള അദ്ദേഹത്തിന്റെ സമീപനത്തെ വ്യക്തമാക്കുന്ന മറ്റു ചില സംഭവങ്ങൾ കൂടെ പുറത്തു വരുന്നത്. അതും കോടതി ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. 2021 അമിത വേഗതയ്ക്ക് തന്നെ തടഞ്ഞു നിർത്തിയ ഒരു ഡെപ്യൂട്ടിയോട് തന്റെ പദവി ഉപയോഗിച്ച് തർക്കിക്കുവാനും താൻ ആരാണെന്ന് അറിയാമോ എന്ന മട്ടിൽ ഔദ്യോഗിക ഐഡന്റിറ്റി കാർഡ് കാണിച്ച് ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കാനും അദ്ദേഹം മുതിർന്നത് അദ്ദേഹത്തിന്റെ അധികാര ദുർവിനിയോഗത്തിന്റെ മറ്റൊരു തെളിവായിട്ടാണ് കോടതി വിലയിരുത്തിയത്. ഡെപ്യൂട്ടി ഉദ്യോഗസ്ഥന്റെ ശബ്ദത്തിന് ശരിയായ മര്യാദയില്ലായിരുന്നു എന്ന് KP ജോർജിന്റെ പരാതി സത്യത്തിൽ അധികാരത്തിന്റെ തണലിൽ നിയമത്തിന് മുകളിലാണ് താൻ എന്ന ഒരുതരം ഷീൽഡ് ഓഫ് എൻടൈറ്റിൽമെന്റ് ഉപയോഗിക്കാൻ ശ്രമിച്ചു എന്നതിന്റെ പ്രതിഫലനമായിരുന്നു. ഇതൊരു പൗരൻ എന്ന നിലയിലും ജനപ്രതിനിധി എന്ന നിലയിലുമുള്ള അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തങ്ങളിൽ നിന്നുള്ള വലിയൊരു വ്യതിചലനമായിട്ടാണ് നമ്മൾ കാണേണ്ടത്. എന്നാൽ സാമ്പത്തിക ക്രമക്കേടുകൾക്കും അപ്പുറം മലയാളി സമൂഹത്തിന്റെ വിശ്വാസ്യതയെ ഏറ്റവും കൂടുതൽ തകർത്ത് കളഞ്ഞത് ആന്റോണിയോ സ്കാലിവാഗ് എന്ന വ്യാജ ഫേസ്ബുക്ക് അക്കൗണ്ടുമായി ബന്ധപ്പെട്ട മറ്റൊരു വിവാദമാണ്. വംശീയ അധിക്ഷേപം നേരിടുന്നു എന്ന് വരുത്തി തീർത്ത് വോട്ടർമാരുടെ സഹതാപം നേടിയെടുക്കുവാൻ KP ജോർജും അദ്ദേഹത്തിന്റെ ചീഫ് ഓഫ് സ്റ്റാഫ് തരാൾ പട്ടേലും ചേർന്ന് നടത്തിയ ഒരു ആസൂത്രിത നാടകമായിരുന്നു അത്. തനിക്കെതിരെ തന്നെ വ്യാജമായ വംശീയ ആക്രമണങ്ങൾ കെട്ടിച്ചമയ്ക്കുക എന്നത് രാഷ്ട്രീയത്തിലെ അധാർമികതയുടെ അങ്ങേയറ്റം. ഈ നീക്കങ്ങൾക്കായി അയച്ച സന്ദേശങ്ങൾ ഫോണുകളിൽ നിന്ന് ഡിലീറ്റ് ചെയ്തെങ്കിലും ഡിജിറ്റൽ ഫോറൻസിക് പരിശോധനയിലൂടെ ആ സത്യങ്ങൾ ഒക്കെ പുറത്തു വന്നു. ഈ സംഭവം വരുത്തിവെച്ച ആഘാതം വളരെ വലുതാണ്. ഇതിലൂടെ വരും കാലങ്ങളിൽ അമേരിക്കൻ സമൂഹത്തിൽ യഥാർത്ഥ വംശീയ അധിക്ഷേപം നേരിടുന്ന ഒരു മലയാളിക്ക് പോലും മറ്റുള്ളവരുടെ മുമ്പിൽ തന്റെ പരാതി തെളിയിക്കാൻ വലിയ പ്രയാസം നേരിടേണ്ടി വരും എന്നുള്ളതാണ് വാസ്തവം. ഈ സമയം ഞാൻ ഓർക്കുന്നത് ചെന്നായി വരുന്നേ എന്ന് വിളിച്ചു പറഞ്ഞ ഒരു ഇടയബാലന്റെ കഥ പോലെ KP ജോർജ് നടത്തിയ ഈ വ്യാജ നാടകം നമ്മുടെ സമൂഹത്തിന്റെ വിശ്വാസ്യതയെ വരും തലമുറയ്ക്ക് കൂടി ബാധിക്കുന്ന രീതിയിൽ കളങ്കപ്പെടുത്തിയിരിക്കുകയാണ്. KP ജോർജിന്റെ ഈ പതനം പൂർണ്ണമാകുന്നത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയമായ ഒറ്റപ്പെടലിലൂടെ കൂടിയാണ്. കുറ്റാരോപണങ്ങൾക്ക് പിന്നാലെ അദ്ദേഹം ഡെമോക്രാറ്റിക് പാർട്ടി വിട്ട് റിപ്പബ്ലിക്കൻ പാർട്ടിയിലേക്ക് മാറിയെങ്കിലും നടന്ന പ്രൈമറി തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കുറഞ്ഞ വോട്ട് നേടി അദ്ദേഹം പരാജയപ്പെടുകയാണ് ഉണ്ടായത്. ഇത് സൂചിപ്പിക്കുന്നത് അധികാരത്തിൽ തുടരാൻ വേണ്ടി
തത്വദീക്ഷയില്ലാതെ പാർട്ടി മാറ്റം നടത്തിയാലും ജനങ്ങൾ അത് അംഗീകരിക്കില്ല എന്നതാണ്. ഈ വിവാദങ്ങൾ നമ്മുടെ വരും തലമുറയെ എങ്ങനെ ബാധിക്കും എന്നതാണ് നാം ഗൗരവമായി ചിന്തിക്കേണ്ട മറ്റൊരു കാര്യം. IT മേഖലയിലോ മെഡിസിനിലോ മാത്രം ഒതുങ്ങാതെ അമേരിക്കൻ രാഷ്ട്രീയത്തിന്റെ മുഖ്യധാരയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ നാം ആവേശത്തോടെ പ്രോത്സാഹിപ്പിച്ചിരുന്ന നമ്മുടെ യുവത്വത്തിന് മുൻപിൽ ഇപ്പോൾ ഒരു കരിനിഴൽ വീണിരിക്കുകയാണ്. രാഷ്ട്രീയം ഒരു ചെളിക്കുണ്ടാണ് എന്ന ആ പഴയ ചിന്താഗതിയിലേക്ക് നമ്മുടെ മാതാപിതാക്കൾ മടങ്ങിപ്പോകുവാൻ ഈ സംഭവങ്ങൾ കാരണമായിട്ടുണ്ട്. മിടുക്കരായ മക്കൾ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നത് മാതാപിതാക്കൾ വിലക്കുന്ന ഒരു സാഹചര്യം, അത് ഉണ്ടാകുന്നത് വലിയ ഒരു രാഷ്ട്രീയ നഷ്ടമാണ്. മാതൃകയാകേണ്ടവർ തന്നെ വഴിതെറ്റി പോകുമ്പോൾ ഉണ്ടാകുന്ന ഈ വിടവ് നികത്തുക അത്ര എളുപ്പമൊന്നുമല്ല. എങ്കിലും ഈ കറുത്ത അധ്യായം കൊണ്ട് എല്ലാം അവസാനിച്ചു എന്ന് നാം വിശ്വസിക്കേണ്ട. തിരിച്ചടികൾ എപ്പോഴും വലിയ പാഠങ്ങളാണ് നമുക്ക് നൽകുന്നത്. ഒരു വ്യക്തിയുടെയോ ചില സംഭവങ്ങളുടെയോ പേരിൽ അമേരിക്കൻ രാഷ്ട്രീയത്തിലെ വിശാലമായ സാധ്യതകളെ നമ്മുടെ കുട്ടികൾ ഒരിക്കലും തള്ളിക്കളയരുത്. മറിച്ച് ഇത്തരം പ്രതിസന്ധികൾ സുതാര്യതയുടെയും സത്യസന്ധമായുള്ള പുതിയൊരു നേതൃനിരയെ വളർത്തിയെടുക്കാനുള്ള അവസരമായി നമ്മൾ മാറ്റണം. രാഷ്ട്രീയം എന്നാൽ അധികാരത്തിന് വേണ്ടിയുള്ള കപട നാടകമല്ല, മറിച്ച് ജനങ്ങളോടുള്ള അചഞ്ചലമായ കടപ്പാടാണെന്ന് തിരിച്ചറിയുന്ന ഒരു തലമുറയാണ് നമുക്ക് വരേണ്ടത്. വ്യക്തിപരമായ വിജയത്തിനായി സമൂഹത്തിന്റെ മൊത്തം വിശ്വാസ്യത പണയപ്പെടുത്തുന്ന രീതി ഇനി ഉണ്ടാകാൻ പാടില്ല. ഈ പതനത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് വരും തലമുറയ്ക്കായി കൂടുതൽ സുതാര്യവും മാന്യവുമായ ഒരു രാഷ്ട്രീയ സംസ്കാരം കെട്ടിപ്പടുക്കുവാൻ നമുക്ക് കഴിയുമോ എന്നതാണ് ഇനിയും നമ്മുടെ ഉള്ളിൽ ഉയരേണ്ട ചോദ്യം. ആ ഉത്തരവാദിത്തം നമ്മുടേതാണ്, നമ്മുടേത് മാത്രമാണ്. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണുന്നത് വരെ താങ്ക് യു ആൻഡ് ഗുഡ് ബൈ.